മുൻ CPM നേതാവും അമ്പലപ്പുഴയിലെ UDF പിന്തുണയുള്ള നിയുക്ത MLA-യുമായ ജി സുധാകരൻ പാണക്കാടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയുമായി കൂടിക്കാഴ്ച നടത്തി. വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മാത്രമാണ് അഭിനന്ദിച്ചതെന്നും അദ്ദേഹത്തിന്റെ മലപ്പുറം പരാമർശങ്ങളെ മുൻപേ തള്ളിക്കളഞ്ഞതാണെന്നും സുധാകരൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. അമ്പലപ്പുഴയിൽ തനിക്ക് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ അകമഴിഞ്ഞ പിന്തുണ കിട്ടിയിട്ടുണ്ടെന്നും പ്രതികരണം. രാവിലെ 11 മണിയോടെയാണ് ജി സുധാകരൻ പാണക്കാടെത്തിയത്. മുൻപായിരുന്നെങ്കിൽ CPM-ന്റെ ഭാഗമായിരുന്ന ഒരു മുതിർന്ന നേതാവ് ഒരിക്കലും ഇത്തരത്തിൽ പാണക്കാട് സന്ദർശിക്കില്ലായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ വേറെയാണ്. അദ്ദേഹം സ്വതന്ത്രമായി മത്സരിച്ചു, UDF-ന് പിന്തുണയോടെ വിജയിച്ചു. ആ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ പാണക്കാട്ടേക്കുള്ള സന്ദർശനം. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് നടക്കുന്ന മുതിർന്ന നേതാക്കൾ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഏറെ നേരം അവർ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. തുടർന്ന് മാധ്യമങ്ങളെ കണ്ട ജി സുധാകരൻ വ്യക്തമാക്കിയത് വെള്ളാപ്പള്ളി നടേശനെ താൻ ആദരിച്ചത് SNDP-യുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് എന്നത് മാത്രമാണ്. മലപ്പുറം പരാമർശത്തെ അന്നേ തള്ളിക്കളഞ്ഞതാണെന്നും അത്തരം കാര്യങ്ങളോട് യോജിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SNDP-യുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹം. ലക്ഷക്കണക്കിന് അദ്ദേഹത്തെയാണ് കണ്ടത്. മലപ്പുറമായിട്ട് അതിന് എന്താ പറ്റുക? അധിക്ഷേപിച്ചതിന് മറുപടി പറഞ്ഞോളണം. അങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായി പറയുന്നത് ശരിയല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ട്. അതിനോട് പരാമർശം നടത്തുമ്പോൾ അതിനെതിരായിട്ടല്ല, അതിനെയല്ല ആദരിച്ചത്. അദ്ദേഹം SNDP-യുടെ ജനറൽ സെക്രട്ടറിയാണ്, അല്ലെങ്കിൽ പോകത്തില്ലല്ലോ. അതുപോലെ തന്നെ അമ്പലപ്പുഴയിൽ തനിക്ക് മുസ്ലിം ലീഗിൻ്റെ പിന്തുണ ലഭിച്ചുവെന്നും അതുകൊണ്ടാണ് വിജയിക്കാനായതെന്നും തനിക്കെതിരെ മത്സരിച്ചത് മുസ്ലിം നാമധാരിയായ സ്ഥാനാർത്ഥിയായിട്ട് പോലും താൻ വിജയിച്ചത് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ എല്ലാം പിന്തുണ ഉള്ളതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമ്പലപ്പുഴ ഇലക്ഷനിൽ അവർ രണ്ടുപേരും തങ്ങൾ സാഹിബും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബും അവിടെ വിളിക്കുകയും പലതവണ വിളിക്കുകയും നമ്മുടെ ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് നസീർ, അദ്ദേഹത്തെയൊക്കെ വിളിച്ച് ഉഷാറാക്കി അങ്ങനെ വലിയൊരു മെജോറിറ്റിക്ക് അവിടെ ജയിക്കാൻ പറ്റിയത് ഈ കുടുംബത്തിൻ്റെയും ഇവരുടെയൊക്കെ പിന്തുണ വളരെ വലുതാണ്. നന്ദി പറയണമെന്ന് തോന്നി ഇവിടെ വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. എന്നാണെങ്കിലും ജി സുധാകരൻ്റെ സന്ദർശനത്തിൽ രാഷ്ട്രീയമായിട്ടുള്ള പല നീക്കുപോക്കുകളും അല്ലെങ്കിൽ ചർച്ചകളും ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് UDF-ന്റെ മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാത്ത സാഹചര്യത്തിൽ, കോൺഗ്രസിൻ്റെ ചർച്ചകൾ എങ്ങും എത്താത്ത സാഹചര്യത്തിൽ ലീഗ് അവരുടെ പ്രതിഷേധം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. VD സതീശനെ പിന്തുണയ്ക്കുന്നതാണ് ലീഗ് നിലപാടെന്ന് അവർ പറഞ്ഞിരുന്നതാണ്. ജി സുധാകരനുമായി അവർ ഇക്കാര്യങ്ങളും ചർച്ച ചെയ്യാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ലീഗ് നിലപാടിന് ജി സുധാകരന് പിന്തുണയുണ്ടാകുമോ? ഇത് രാഷ്ട്രീയമായിട്ട് നാളെ ഏതെല്ലാം വഴിത്തിരിവുകളിലേക്ക് പോകുമെന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയേണ്ടതാണ്. അഖിലോട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18.